വാർത്തയിലേക്ക്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി നടത്തിയ തിരച്ചിലിൽ ചാലിയാർ തീരത്ത് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കോട്ടുപാറയിൽ നിന്നും ഇരുട്ടുകുത്തിയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഇന്നലെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. തിരച്ചിൽ നിർത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും സംശയമുള്ള മേഖലകളിലാണ് പരിശോധന നടത്തുന്നതെന്നും ADGP MR അജിത് കുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ തെരച്ചിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിവർ ഭാഗത്തുമാണ്. മുകളിലോട്ട് ഉള്ള എല്ലാ പോർഷൻസും ഓൾമോസ്റ്റ് അവിടുത്തെ ആൾക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തെരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ മെയിനായിട്ട് സ്ഥലത്തുനിന്ന് ഒരു ബോഡി കാണാനുള്ള സാധ്യത കുറവാണ്. ഇനി ഒരുപക്ഷെ ആ ചളിയിൽ വല്ല ബോഡി എടുപ്പണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പക്ഷേ മഴ വരികയാണെങ്കിൽ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് മുകളിലുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ കുറവാണ്. താഴോട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തെരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തെരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, ഇപ്പോൾ ചാലിയാറിന്റെ തീരത്ത് നടക്കുന്ന പരിശോധനയിൽ ഇന്നിപ്പോൾ 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും എന്നത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഇന്ന് വിപുലമായ ഒരു സംഘം അവിടെ തെരച്ചിലിനുണ്ട്. അപ്പോൾ ഈ ഒരു നടപടി, ഈ ഒരു പ്രോസസ്സ് വരും ദിവസങ്ങളിലും തുടരണം എന്നാണല്ലോ ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്, അല്ലേ? വിജയകുമാർ, നാളെ നടക്കുന്ന ഒരു ജനകീയ തിരച്ചിലിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക എന്നുള്ളതാണ്. നിലവിൽ നടക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. ഇന്ന് നടക്കുന്നത് NDRFന്റെയും ഒപ്പം തന്നെ വനം വകുപ്പ്, ഫോറസ്റ്റ്, പോലീസ്, തണ്ടർബോൾട്ട് ഇത്തരം സേനകളാണ് നിലവിൽ ചാലിയാറിന്റെ സമീപമുള്ള വനമേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയിലാണെങ്കിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് പുഴയിലൂടെയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ചാലിയാർ പുഴയുടെ പനങ്കയം കൊട്ടുപാറ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും ഒടുവിൽ ശരീരഭാഗം കണ്ടെത്തിയത്. അതിനു മുന്നേ മുണ്ടേരി ഇരുട്ടുകുത്തി ഭാഗത്തു നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ 2 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ചാലിയാർ പുഴയിലും വനത്തിലും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവ രണ്ടും നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായത് മുതൽ ഇന്ന് വരെ ചാലിയാർ പുഴയിൽ നിന്നും 257 മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ 2 മൃതദേഹങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നിലവിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ ചാലിയാർ പുഴയിൽ പ്രധാനമായും ജനകീയ തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. 200ഓളം പേരായിരിക്കും ഈ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുക്കുക. ഒന്ന് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സർക്കാർ സംവിധാനം, പ്രത്യേകിച്ച് NDRF, ഫയർഫോഴ്സ്, പോലീസ്, തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകളും ഈ സന്നദ്ധ പ്രവർത്തകരും ചേർന്നുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും നടക്കുക. വിജയകുമാർ. യെസ്, ഇന്നിപ്പോൾ കൊട്ടുപാറയിൽ നിന്നും ഇരുട്ടുകുത്തിയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. നാളെ ചാലിയാറിൽ വിപുലമായ പരിശോധന നടത്താനാണ് തീരുമാനം. ഇന്നലെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലും ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. തെരച്ചിൽ തുടരും. കൃത്യമായ സൂചനകൾ ലഭിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ. ഇതാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ അറിയിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.